മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് സ്റ്റോറീസ് ബിഹൈൻഡ് എന്ന പേരിൽ ഏകദിന സിനിമ ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്തൃക് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ റോയൽ റെസിഡൻസി ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. സിനിമ എന്ന ലോകം സ്വപ്നം കണ്ട് എന്നാൽ എങ്ങും എത്താതെ കിടക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ദിശാബോധമില്ലാത്തതുകൊണ്ടോ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അവിടെയാണ് മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് സ്റ്റോറീസ് ബിഹൈൻഡ് എന്ന പേരിൽ നടത്തിയ ഏകദിന സിനിമാ ശില്പശാലയുടെ പ്രസക്തി. എല്ലാവരും സിനിമയെ ഒരു പാഷനായി കൊണ്ടു നടക്കുന്നു. പക്ഷേ അതിനുവേണ്ടി അവർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാവുകയില്ല. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന നിലയിൽ കൂടിയാണ് ഇങ്ങനെയൊരു ശില്പശാല സംഘടിപ്പിച്ചത്. ഹോസ്തൃക് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ റോയൽ റെസിഡൻസി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ മേഖലയിൽ പലരും അടുത്ത സുഹൃത്തുക്കളും തന്നെ. എന്നാൽ നമുക്കറിയാം, സിനിമയെ പോലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് വളർന്നു വന്നപ്പോൾ കാസർഗോഡ് എല്ലാവരും പറയുന്നത് കാസർഗോഡ് പിന്നോക്കമാണ്. ഞാൻ ചിന്തിക്കുന്ന ഏത് കാര്യത്തിലാണ് നമ്മൾ പിന്നോക്കം? എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലല്ലേ. സ്വാതന്ത്ര്യ സമരം മുതലെടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം മുതൽ ഇങ്ങോട്ടെടുത്താൽ എല്ലാ കാര്യങ്ങളിലും കാസർഗോഡിന്റെ സാന്നിധ്യമില്ല, കാസർഗോഡിന്റെ സിഗ്നേച്ചറില്ല. പക്ഷെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ നമ്മൾ കുറവാണ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് AM ഫസൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ സംവിധായകൻ സെന്ന ഹെഗ്ഡെ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. സിനിമ എന്ന തൻ്റെ പാഷനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നും ലോക സിനിമാ വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കാൻ എങ്ങനെ തനിക്ക് കഴിഞ്ഞുവെന്നും സെന്ന ഹെഗ്ഡെ വിശദീകരിച്ചു. പരിപാടിയിൽ ജനമൈത്രി പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും അജയ് ചന്ദേര നന്ദിയും പറഞ്ഞു. 40ഓളം ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.